നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എൻഡോർഫിൻസ് ഇൻ ഹ്യൂമൻ ബോഡി? ഓപ്ഷൻസ്: ടു സ്റ്റിമുലേറ്റ് അപ്പറ്റൈറ്റ്, ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ, ടു റെഡ്യൂസ് പെയിൻ ആൻഡ് സ്ട്രെസ്, ടു എൻഹാൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് സ്ട്രെസ് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിനെ നാച്ചുറൽ പെയിൻ കില്ലർ എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്നു. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം അതിനകത്ത് ആ ഒരു വീടിനകത്ത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രീം പെയിൻ വരുന്ന സമയത്ത് ഒപ്പിയോയിഡായിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രോങ് ഒപ്പിയോയിഡാണ് മോർഫിൻ എന്ന് പറയുന്നത്. ആ മോർഫിൻ എന്ന് പറയുന്നത് പെയിൻ എങ്ങനെയാണോ കുറച്ച് കൊണ്ടുവരുന്നത്, അതിൻ്റെ ഒരു ഏകദേശം ഒരു പാർഷ്യൽ രീതിയിൽ തന്നെ ഇവിടെ എൻഡോർഫിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻഡോർഫിനകത്ത് ഈ മോർഫിന്റെ ബാക്കി പോർഷൻസ് കയറി വരുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്നതും മോർഫിൻ എന്ന് പറയുന്നതും ഒരേ ലെവലിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻഡോർഫിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയ്ക്കുന്നു, അതേപോലെ സ്ട്രെസ് കൂടുതലായിട്ടുള്ള സമയത്ത് അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. നാച്ചുറലായിട്ട് ഇത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ വേദനകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ മാറപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ ഒരു എയറോബിക് എക്സസൈസ് ചെയ്താൽ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഒക്കെ തോന്നുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ റിലീസ് ഉണ്ടാവും. മസിൽ നിന്ന് റിലീസ് ചെയ്യുന്നു എന്നുള്ളതല്ല, മസിൽ ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ പ്രധാനമായിട്ടും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിലെ ചില സെല്ലുകളിൽ നിന്നാണ് ഇത് റിലീസ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നു. അപ്പൊ മസിൽ നിന്ന് അല്ലെങ്കിൽ മസിലിന്റെ ഒരു മെറ്റബോളിസം നടക്കുന്ന സമയത്താണ് ഈ ഒരു സ്റ്റിമുലസ് അതിന് കിട്ടുന്നതും അത് റിലീസ് ചെയ്യപ്പെടുന്നതും. അതേപോലെ തന്നെ ഹൈപ്പോതലാമസിൽ നിന്നും ചെറിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നും ചില ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഇതൊരു നാച്ചുറൽ പെയിൻ കില്ലർ എന്നുള്ള ലെവലിലാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയുക. എക്സസൈസ് എന്ന് പറയുന്ന കാര്യം കൊണ്ടും മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം കൊണ്ടും നമുക്ക് എന്ത് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഈ പറയുന്ന എൻഡോർഫിൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ റിലീസ് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.